ഈ സമരം പക്ഷേ എനിക്ക് വലിയ വിയോജിപ്പുള്ള സമരമാണ് SUCയുടെ സമരം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കൂ, ഇന്നിപ്പോൾ സുരേഷ് ഗോപി വന്നിട്ട് അവിടെ വലിയ പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ട് ഈ ആശാവർക്കർമാർക്ക് വേണ്ടതെല്ലാം ചെയ്യുന്ന താനാണ് എന്ന മറ്റുള്ള ശരീരഭാഷയുമായിട്ട് വന്നിട്ട് അവിടെ വന്ന് വലിയ പ്രകടനം നടത്തി അല്പം മുമ്പാണ് അദ്ദേഹം പോയത്. അവിടെ കോൺഗ്രസിൻ്റെ KC വേണുഗോപാലും കുടിക്കുന്ന സുരേഷ് അടക്കമുള്ള ആളുകൾ അവിടെ വളരെ വൈകാരികമായിട്ടുള്ള കാര്യം ഉന്നയിച്ചു. അവിടെ JP നദ്ദ ഞങ്ങൾ ഉറപ്പായിട്ടും ഇത് വേതനം കൂട്ടി നൽകുമെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ആശാവർക്കർമാർക്കൊപ്പവും അവരുടെ സമരത്തിനൊപ്പവും അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുന്നതാരാണ്? BJPയും കേന്ദ്ര സർക്കാരും കോൺഗ്രസും. ആശാവർക്കർമാർക്ക് എതിർ നിൽക്കുന്നതാരാണ്? ഇടതുപക്ഷവും CPM-ഉം ഇടതുപക്ഷ സർക്കാരും. അതെങ്ങനെയാണ് ശരിയാവുക? അതായത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ തുക ഇപ്പോൾ നിലവിൽ ആശാവർക്കർമാർക്ക് നൽകുന്നത് ഈ ഇടതുപക്ഷ സർക്കാരാണ്, കേരളത്തിലെ സർക്കാരാണ്. അത് 7,000 രൂപ. സിക്കിം പ്രഖ്യാപനത്തിൽ മാത്രമേ ഉള്ളൂ. സിക്കിമിന്റെ പൈസ 21,000-ലേറെ ആളുകൾ. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന നിലവിൽ ഇതുവരെ ആശാവർക്കർമാർക്ക് അനുകൂലമായിട്ട് കൂടുതൽ മെച്ചപ്പെട്ട നിലപാട് രാജ്യത്ത് തന്നെയും എടുത്ത കേരള സർക്കാരാണ്. ആ കേരള സർക്കാരാണ് ഇവരുടെ എതിർപക്ഷത്ത് നിൽക്കുന്നതെന്നാണ് ഈ SUCയുടെ സമരക്കാർ പോലും പറയുന്നത്. അതുകൊണ്ട് ഞാൻ SUCയുടെ സമരത്തെ സംശയിക്കുന്നുണ്ട്. കാരണം കേന്ദ്രം ഈ പദ്ധതി ആവിഷ്കരിച്ച UPA സർക്കാർ കേന്ദ്രമാണ്. ഇപ്പോഴും 2,000 രൂപ മാത്രം കൊടുക്കുന്ന മോദി സർക്കാർ അവിടെയുണ്ട്. അവരോടൊന്നും ഒരക്ഷരം പറയാതെ ഈ കേരള സർക്കാരിനെതിരെ മാത്രം, അതായത് നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഒന്നാമതോ രണ്ടാമതോ തുക കൊടുക്കുന്ന കേരള സർക്കാരിനെതിരെ പ്രചണ്ഡമായിട്ടുള്ള സമരം, ഇവരാണ് ആശാവർക്കർമാർക്ക് എതിർ നിൽക്കുന്നത് എന്ന് പറയുന്ന ഈ സമരം ശരിയല്ലാത്തൊരു കാര്യം. അതിൽ ചെറിയ വിയോജിപ്പ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുണ്ട്. കാരണം